അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഒരു മുറി തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് നമ്മൾ പിഴിഞ്ഞ് അരിച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ കറുത്ത എള്ള്, ഒരു കോഴിമുട്ട. അപ്പോൾ ഈ മുട്ട വേണ്ടാത്തവർക്ക് നമുക്ക് മൈദയുടെ പൊടി 2 സ്പൂൺ ചേർക്കാം. അപ്പോൾ ഇത് ഞാനിപ്പം അരിപ്പൊടിയിൽ മാത്രമാണ് ചേർക്കുന്നത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ നമ്മൾ പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ട് ആട്ടിയെടുത്തും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അരിപ്പൊടി വെച്ചാണ് ഈ അച്ചപ്പം ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്തേക്ക് നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഈ മുട്ടയുടെ സ്ഥാനത്ത് നമുക്ക് 2 മുട്ട വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ അതിനകത്തേക്ക് ഈ തേങ്ങാപ്പാലും, അപ്പം നമ്മളതൊന്ന് ഇളക്കി ഒരു അത്യാവശ്യം ഒന്ന് മിക്സിക്കകത്ത് കറങ്ങാവുന്ന രീതിയിലുള്ള തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പം ഈ ഒരു കപ്പ് ഒരു ബൗൾ അരിപ്പൊടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 2 കപ്പ് തേങ്ങാപ്പാൽ എനിക്ക് ആവശ്യമായിട്ട് വന്നു. അതിനകത്ത് 2 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് ഉപ്പ്, ഇത്രയും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഒന്ന് ഒരു പരുവത്തിൽ മിക്സിയിലൊന്ന് അടിക്കാവുന്ന പരുവത്തിലാക്കി എടുത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കും. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് കറക്കിയതിന് ശേഷം നല്ലൊരു ലൂസ് പരുവത്തിൽ കിട്ടും. അപ്പോൾ ഈ വറുത്ത അരിപ്പൊടി ആവുന്നതുകൊണ്ട് നല്ല തിക്കായിട്ട് വരുന്നു. അതുകൊണ്ട് അതാണ് ഞാൻ 2 ഗ്ലാസ് പാൽ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു പൊടിയുടെ കണക്ക്, അത് നമ്മൾ പച്ചരി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ആട്ടിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരത്തില്ല. പക്ഷേ അരിപ്പൊടി എടുക്കുമ്പോഴത്തേക്ക് നല്ല പോലെ പാൽ വേണം. ഇനി തേങ്ങ ഇല്ലാത്തവർക്ക് നമുക്ക് തനിപ്പാൽ, പശുവിൻ പാൽ വേണമെങ്കിൽ തിളപ്പിച്ച പാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലിന് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ പാത്രത്തിൽ എടുത്തൊഴിക്കുക, അതായത് ഒരു കുഴിയൻ പാത്രത്തിലേക്ക് എടുക്കുക. നമ്മൾ അച്ചപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, അത് മുങ്ങാവുന്ന ആ രീതിയിലുള്ള പാത്രത്തിലേക്ക് ഈ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കറുത്ത എള്ള് ഇതിനകത്തേക്ക് എടുക്കുക. അത് നല്ലൊരു ഫ്ലേവറാണ്, വയറിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ എള്ളിന് പകരമായിട്ട് നമുക്ക് നല്ല ജീരകം ഉണ്ടല്ലോ, ജീരകം വേണമെങ്കിലും ചേർക്കാം. അതിനൊപ്പം നമുക്ക് ഏലക്ക, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക ചേർക്കാം. ഇവിടെ ഞാൻ ഏലക്കയല്ല ചേർത്തിരിക്കുന്നത്, വാനില എസൻസ് ആണ്. അപ്പോൾ വാനില എസൻസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടും. ഇപ്പോൾ ഇതാണ് എനിക്കിവിടെ നല്ല അലുമിനിയത്തിൻ്റെ അച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അച്ചുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്കിതായിരുന്നു ഇവിടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 എണ്ണം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും വിട്ടു പോരാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടാണ്. അപ്പോൾ 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് അച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ ഇത് അച്ചിനകത്തുനിന്ന് ഇത് വിട്ടുപോരും. പക്ഷേ ആദ്യത്തെ 2-3 എണ്ണം പ്രശ്നമാണ്. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ ഇതാണെങ്കിൽ അത്ര പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ അത് വിട്ടു പോകുന്നുണ്ട്, നമുക്ക് വളരെ ഈസിയാണ്. അപ്പം അച്ചപ്പത്തിൻ്റെ അച്ചൊക്കെ വാങ്ങുന്നവർ നോൺ സ്റ്റിക്കിൻ്റെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് അച്ചിൽ മുങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം മുങ്ങരുത്, ഒരു 1/4 ഭാഗം അച്ച് ആ മാവിൽ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇടുക. ജസ്റ്റ് ഒരു 5-6 സെക്കൻഡിന് ശേഷം അത് കുലുക്കി ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും അത് ചാടിക്കൊള്ളും. അപ്പോൾ എണ്ണയ്ക്കകത്ത് കിടന്നത് മൂത്ത് ജസ്റ്റ് ഒരു നല്ല കറുമുറ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കത് മറച്ചിടുക. അങ്ങനെ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് ചട്ടിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്ക് ഒന്ന് സിമ്മാക്കി കൊടുക്കണം. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. പിന്നെ അപ്പം അച്ച് നന്നായിട്ട് ചൂടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. അത് കഴിഞ്ഞ് മാവ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഇത്തിരി കുറയ്ക്കുക. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവുകൾ എല്ലാം അച്ചപ്പം എല്ലാം നമുക്ക് ചുട്ടുവിട്ടെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറേയൊക്കെ ഉണ്ടാക്കി ഒരു ടിന്നിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാതെ എത്ര നാളത്തേക്ക് വേണമെങ്കിലും ഇരുന്നോളും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിവിടെ സാധാരണ എല്ലാം വറക്കാൻ വേണ്ടി സൺഫ്ലവറാണ് അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അച്ചപ്പം. മധുരം കൂടുതൽ ഞാൻ ചേർത്തിട്ടില്ല, 2 സ്പൂണാണ് ചേർത്തത്. അപ്പം കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് മധുരം ചേർത്തുണ്ടാക്കാം. ഇനി മധുരം തീരെ താല്പര്യമില്ലാത്തവർക്ക് മധുരം ഇല്ലാതെ ഉണ്ടാക്കാം. എന്തായാലും നല്ല റെസിപ്പിയാണ്, വളരെ ഈസിയാണ്. നമ്മൾ പച്ചരിയിട്ട് അരയ്ക്കുകയോ കുഴയ്ക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. എളുപ്പത്തിൽ നമ്മൾ മിക്സിക്കകത്തേക്ക് തന്നെ ഇട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒരു കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് റെഡിയാവും. അതിനകത്തേക്ക് കറുത്തള്ള ഇടുക, പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചിട്ട് മുക്കി എണ്ണയ്ക്കകത്തേക്ക് ഇടുക. അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നല്ല രുചിയൂറും കേരളത്തിൻ്റെ തനിമയേറുന്ന അച്ചപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.